ഹായ്. ഹൽദി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ചടങ്ങാണോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആരുടെയും ഹൽദിയിൽ പങ്കെടുത്തിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല. പക്ഷെ നമ്മളിവിടെ ഹൽദി മുഖേന ഒരു പാവം പയ്യൻ അവൻ്റെ ജീവനെ കളയേണ്ടി വന്നു. അപ്പോൾ എന്താണെന്നല്ലേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനുമുമ്പ് ജെസ്സി അമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ കേരളത്തിൽ തന്നെ താമസമുള്ള രണ്ട് ചെറുപ്പക്കാർ, ഒരു പയ്യനും പെൺകുട്ടി, അവർ കുറച്ച് നാളുകളായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ പയ്യനെന്ന് പറയുന്നത് ആർമിക്കാരനാണ്. അപ്പോൾ പയ്യന് ലീവ് കിട്ടി. അവൻ ഇത്ര നാളും ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാനായിട്ട്, കല്യാണം കഴിക്കാനായിട്ട് വരികയാണ്. നാട്ടിൽ വന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ അമ്മയും മോനും ഒരു പെങ്ങളുമാണുള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്നൊക്കെയായിരുന്നു അമ്മയുടെ ആഗ്രഹം. അങ്ങനെ അവർ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് ഡ്രസ്സ് എടുത്തു, ലെറ്റർ അടിച്ചു. അയൽക്കാരെ, സ്വന്തക്കാരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ച് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ അവിടെ ആ പയ്യന് ഭയങ്കര തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നടന്ന ഹൽദി ചടങ്ങിൽ പങ്കെടുക്കാൻ അവന് പറ്റിയില്ല. അപ്പോൾ അത്രയും തിരക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൽദിയൊക്കെ കഴിഞ്ഞ് ഈ പെൺകുട്ടി ഇവനെ വിളിച്ച് കാണും, അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് വിളിച്ച് കാണും. അപ്പോൾ അവൾ പറയാൻ തുടങ്ങി, ഹൽദിക്ക് പങ്കെടുക്കാഞ്ഞിട്ട് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു. ഹോ, തീർന്നല്ല കാര്യം. ഒരു ഹൽദിക്ക് കെട്ടാൻ പോണ ചെറുക്കൻ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് എൻ്റെ ഗൈസ്. അപ്പോൾ അവൻ ആദ്യം വിചാരിച്ച് ഇവൾ തമാശയൊക്കെ പറയുന്നതായിരിക്കുമെന്ന്. പക്ഷേ ഇവൾ സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ അവൻ ആ അന്തം വിട്ടുപോയി. എന്ത് ചെയ്യണം, പിറ്റേന്ന് കല്യാണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കിവിടെ കുറച്ച് തിരക്കുകളായിരുന്നു, നീ എന്നോട് ക്ഷമിക്ക്, എനിക്ക് അത്രയ്ക്കും പറ്റാഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവൾ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. അവൾക്ക് ഈ കല്യാണത്തിന് നിൽക്കാൻ പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പം അവൻ ആകെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായി പോയി കാണും. അപ്പോൾ ഇവളുടെ വാക്കുകൾ കൂരമ്പുകളായിട്ട് അവൻ്റെ ഉള്ളിൽ ഒന്ന് തറച്ചുകൊണ്ടേയിരുന്നു. ഇവൾ വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അവനെ പറഞ്ഞു കാണും. ആ പറഞ്ഞത് കാരണം അത്രയും വേദനിച്ചതുകൊണ്ട് അവനും അവൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഈ കല്യാണത്തിന് നീ നിന്നില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്കുകളും പിന്നെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവർ ഫോൺ വെച്ചിട്ടുണ്ടാവുക. ഫോൺ വെച്ചപ്പോൾ അവൾക്കൊരു വിമിഷ്ടം തോന്നി തുടങ്ങി. അവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണല്ലോ. അവൾ നേരെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ ആ രാത്രി അങ്ങ് കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ആ വീട്ടുകാരെന്ത് ചെയ്യണം, ആ പയ്യനെ ഒന്ന് വിളിക്കുകയോ അവൻ്റെ വീട്ടിൽ ആ രാത്രി തന്നെ എങ്ങനെയെങ്കിലും വന്നൊന്ന് അന്വേഷിക്കണമായിരുന്നു. അവരത് ചെയ്തില്ല. അവർ പിറ്റേ ദിവസം, അതായത് കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിനെ പയ്യൻ്റെ വീട്ടിലോട്ട് അവർ വരികയാണ്, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ. അവർ വന്ന് വിളിച്ചുണർത്തിയപ്പോഴായിരിക്കും പയ്യൻ്റെ വീട്ടുകാർ അറിയുന്നത്. എല്ലാവരും നല്ല ഉറക്കത്തിലില്ലേ, വെളുപ്പിനെയല്ലേ. എല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പോൾ അവൻ ഈ ലോകത്തുനിന്നേ പോയി കഴിഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഈ നാവെന്ന് പറയുന്നത് അതെടുത്ത് വളയ്ക്കുമ്പോൾ അതിനകത്ത് ഒരാളെ കൊല്ലാനും ഒരാളെ രക്ഷിക്കാനും അതിന് കഴിവുണ്ട്. ഇച്ചിരി പോകുന്ന ഒരു കുഞ്ഞ് അവയവമാണത്. പക്ഷേ അതിന് എന്തെല്ലാം കാര്യങ്ങൾ വളച്ചൊടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്നുണ്ടെന്നറിയാമോ? അപ്പോൾ നമ്മൾ
നാവെടുത്ത് വളയ്ക്കുമ്പോൾ അറിയാം ഇത് കേൾക്കുന്നയാൾക്ക് ഏത് തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചില ആൾക്കാർ എന്തൊക്കെ കേട്ടാലും അവർ അതങ്ങ് നെവർ മൈൻഡായിട്ട് കളയും. ചിലർ മനസ്സിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറം ഭാരങ്ങൾ ആയിപ്പോയാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ആർമിക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനല്ലേ, പച്ചയായ മനുഷ്യൻ. അവൻ്റെ കല്യാണമാണ് പിറ്റേന്ന്. ഹൽദിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടി താലി കെട്ടാൻ നിൽക്കത്തില്ല എന്ന് അവനോട് പറയുമ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ, അവൻ എല്ലാവരുടെ മുമ്പിൽ എന്ത് പറയും, പലതും ചിന്തിച്ചിട്ടായിരിക്കാം അവൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഹൽദിക്കിപ്പോൾ ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാനിന്ന് ചർച്ചിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ 2 സ്ത്രീകൾ ഇതിനെപ്പറ്റിയാണ് അവരുടെ സംസാരം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് അവരിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തോ വിഷയം, ആരാ മരിച്ചേ? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ചേച്ചി അറിഞ്ഞില്ലേ, ചേച്ചി യൂട്യൂബ് എടുത്ത് നോക്ക്, ഒരു പെൺകുട്ടി പിന്നെ അവളുടെ ഹൽദിക്ക് ചെന്നില്ല, പയ്യൻ ചെന്നില്ല എന്ന് പറഞ്ഞ് അവൾ കല്യാണത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു വന്നു. സത്യം എനിക്ക് കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. എന്നിട്ട് അവരുടെ സംസാരത്തിൽ പറയുവാണ്, ഞങ്ങളൊന്നും ഞങ്ങളുടെ മക്കൾക്ക് ഹൽദിയൊന്നും നടത്തിയിട്ടില്ല, അതൊക്കെ പൈസ ഉള്ളവർ അതിൻ്റെ വലിപ്പ ചെറുപ്പം പോലെ നടത്തും. അതിലൊരു സ്ത്രീ പറയുവാണ്, ഞാനൊക്കെ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അപ്പോൾ തലേ ദിവസം അവളെ കാണാൻ ആരൊക്കെയോ വന്ന് ഇച്ചിരി ഫുഡുണ്ടാക്കി അവർക്ക് കൊടുത്തു. പിറ്റേ ദിവസം മംഗളകരമായിട്ട് കല്യാണം നടത്തി വിട്ടു. അല്ലാതെ ഹൽദിയൊന്നും ഞങ്ങൾക്ക് അന്ന് അറിയത്തുപോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഞാനും ആലോചിക്കുകയാണ്, ഈ ഹൽദി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ചടങ്ങാണോ? അതിന് പങ്കെടുത്തില്ല. ഒരു പക്ഷേ എങ്കിൽ അവളുടെ ഹൽദി ചടങ്ങിൽ അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കൂടി വരുന്ന ഒരു സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു കാണും. അന്നേരം അവൾക്ക് പറയാമല്ലോ, ഇപ്പോൾ വരും, എന്തോ അവിടെ അത്യാവശ്യ തിരക്കുകളൊക്കെയാണ്, വരും എന്ന് പറയാവുന്നതേ ഉള്ളൂ. അതിന് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടാക്കി അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുള്ള തെറ്റ് എന്താണ് അവൻ ചെയ്തത്? അവൻ്റെ തിരക്ക് അത്രയും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ വരാതിരുന്നത്. ഇത്രയൊക്കെ എന്തിനാണ് കാട്ടിക്കൂട്ടിയത്? ഇപ്പോൾ ആ അമ്മയ്ക്കും മകൾക്കും ആരുമില്ല. അവിടെ ഈ ഒരു ചെറുക്കനാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഇനി എന്ന് നടക്കും, ആര് നടത്തും? ആങ്ങള എല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചിരുന്നത് ഭയങ്കര കഷ്ടമായിപ്പോയി. ഷെടാ, അപ്പോൾ ഹൽദിക്കൊക്കെ കെട്ടാൻ പോണ പയ്യൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. ആ അമ്മയും മകളും ഇനി എത്ര നാൾ അവർ തീരുന്ന് കഴിയും, എത്ര നാളെ കഴിഞ്ഞാൽ അവരുടെ ആ കണ്ണൊന്ന് തോർന്ന് കിട്ടും. ഇത്രയ്ക്ക് വാശിയും വൈരാഗ്യമൊക്കെ മനുഷ്യന് പാടുണ്ടോ? എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാണ്. ചിലപ്പം നമ്മുടെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ അതിൻ്റെ തലേന്നും ഇപ്പം 3-4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പയ്യന് ഈ എല്ലാ ചടങ്ങിലും എത്താൻ പറ്റിയെന്ന് വരത്തില്ല. അവൻ്റെ അസൗകര്യം കൂടെ മനസ്സിലാക്കി പിറ്റേ ദിവസം അവൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്യൂ ആക്കാം, പ്രശ്നങ്ങൾ എന്ത് വേണമെങ്കിലും. തലേ ദിവസം ഹൽദിക്ക് വന്നില്ല എന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അവൻ ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ജീവനെ ഉപേക്ഷിച്ച് അവൻ പോയി കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ഇത് കേസാവോ? അത് കേസ് കൊടുത്തോ? അവരെന്തൊക്കെയാണ് എന്ന് ഇനി വരും വഴിക്ക് കാണാം. പുതിയ എന്തെങ്കിലും ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിങ്ങളോട് അറിയിക്കാം. പക്ഷേ ഇപ്പോൾ ഇത്രയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു ചടങ്ങാണ് ഹൽദി. അതിൽ നിർബന്ധപൂർവ്വം പയ്യൻ പങ്കെടുത്തേ പറ്റുള്ളൂ. പങ്കെടുക്കാം, ഇപ്പോൾ സമയം സന്ദർഭമൊക്കെ അനുസരിച്ച് അവന് പിന്നെ തിരക്കും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പങ്കെടുക്കാം. അത്രയും തിരക്കുള്ളതുകൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. അത്രയും അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ. അപ്പോൾ എന്തായാലും അവൻ അത്രയും തിരക്കില്ലെങ്കിൽ അവൻ അവിടെ വരാതിരിക്കത്തില്ല. അവൻ പിറ്റേ ദിവസത്തെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവൻ ആ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ വിളിച്ചത്. അതൊന്നും മനസ്സിലാക്കാതെ വായി തോന്നിയതെല്ലാം പെൺകുട്ടി അവനെ വിളിച്ച് പറഞ്ഞ് അവനെ വേദനിപ്പിച്ച് എന്തായാലും അവൻ്റെ വീട്ടുകാർക്ക് അവനെ നഷ്ടമായി. ഇതൊക്കെ ഇന്നത്തെ ലോകം ഇങ്ങനെയാണ്. ഒന്ന് പറഞ്ഞ് അടുത്ത നിമിഷം
ജീവനെ ഉപേക്ഷിച്ച് കളയാനായിട്ടാണ് ഓരോ ആൾക്കാർ തയ്യാറാവുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക.